മുണ്ടക്കയം ടൗണിലും മണിമലയാറ്റിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ പിടികൂടുന്നതിനും ടൗൺ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനും മോഷണം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയും മുണ്ടക്കയം ടൗണും സമീപ മേഖലയും ക്യാമറ നിരീക്ഷണത്തിലാക്കി. ആദ്യഘട്ടത്തിൽ 12 ക്യാമറകളാണ് 5 ഇടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത്. പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രമായ മുണ്ടക്കയം എരുമേലി റോഡിൽ പുലിക്കുന്ന തേക്കുംകുപ്പ് ഭാഗം, ചെളിക്കുഴി പാർത്താനംകവലയ്ക്ക് സമീപം കൂടാതെ മുണ്ടക്കയം ബൈപ്പാസ് റോഡ്, ബസ് സ്റ്റാൻഡ് കവാടം എന്നിവിടങ്ങളിലാണ് ആധുനിക സജ്ജീകരണങ്ങളുള്ള 12 ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ മുണ്ടക്കയം പഞ്ചായത്ത് ഓഫീസിൽ ക്രമീകരിച്ചിരിക്കുന്ന മോണിറ്ററിൽ ലഭ്യമാകും. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് 24-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യവുമായി ബന്ധപ്പെട്ട് മാലിന്യം പൊതു ഇടങ്ങളിൽ തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയാണ് പൊതു ഇടങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുക. സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള വ്യാപാരി വ്യവസായികൾ, അതുപോലെ റെസിഡൻസ്, ചർച്ചുകൾ, ഇവരെല്ലാം വിളിച്ചുകൂട്ടി പഞ്ചായത്തിലൊരു മീറ്റിംഗ് വിളിക്കുകയും എല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടി വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് സാങ്കേതിക തടസ്സങ്ങൾ വരികയും പഞ്ചായത്ത് 10 ലക്ഷം രൂപ ആദ്യം വകയിരുത്തിക്കൊണ്ട് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പോൾ പ്രധാനപ്പെട്ട 5 ഇടങ്ങളിലാണ് മാലിന്യവുമായി ബന്ധപ്പെട്ട് CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ബോധവൽക്കരണ പരിപാടി എന്നതിലുപരി കർശനമായിട്ടുള്ള നടപടി പഞ്ചായത്ത് എടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ്. വരും വർഷങ്ങളിൽ ഈ പ്രാവശ്യം 25-26 വർഷത്തിൽ വീണ്ടും 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെസിഡൻസുകാരെയും മറ്റുള്ള വ്യാപാരി വ്യവസായികളെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ കൂടെ ഒരു സഹകരണത്തോടു കൂടി തന്നെ നമുക്ക് വീണ്ടും വിപുലമായ രീതിയിൽ എല്ലായിടങ്ങളിലും CCTV ക്യാമറ വയ്ക്കുവാനായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. കോസ്വേ പാലത്തിന് സമീപം ബൈപ്പാസ് റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മണിമലയാറ്റിലേക്കും സമീപ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം തള്ളുന്നത് ഈ ക്യാമറയിലൂടെ കണ്ടുപിടിക്കുവാൻ കഴിയും. ബസ് സ്റ്റാൻഡിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്ന് മുണ്ടക്കയം ടൗണിൻ്റെ പ്രധാന ഭാഗവും ബസ് സ്റ്റാൻഡിലെ ദൃശ്യങ്ങളും ലഭ്യമാകും. പുലിക്കുന്ന് ഇല്ലിക്കൂപ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്ന് മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ നമ്പർ സഹിതം കണ്ടുപിടിക്കുവാനുള്ള സജ്ജീകരണമുണ്ട്. ഇതിൻ്റെയെല്ലാം നിയന്ത്രണം മുണ്ടക്കയം പഞ്ചായത്ത് ഓഫീസിൽ ക്രമീകരിച്ചിരിക്കുന്ന മോണിറ്ററിലും അനുബന്ധ ഉപകരണങ്ങളിലും നിയന്ത്രിക്കുവാനും കഴിയും. ഇതിനായി മുണ്ടക്കയം പഞ്ചായത്ത് ഒരു ജീവനക്കാരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകുവാനും പിഴ അടക്കമുള്ള കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാനുമാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട മാലിന്യ നിക്ഷേപ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈപ്പാസിൻ്റെ ഭാഗവും മണിമലയാറിൻ്റെ തീരങ്ങളും. അപ്പോൾ ആ ഭാഗമല്ല ഇപ്പോൾ ക്യാമറ കാണുമ്പോൾ അറിയാം, നമ്മുടെ ക്യാമറയുടെ എല്ലാം കൃത്യമായിട്ട് ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥർ അവർക്കെല്ലാം ഫൈൻ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസ് കൊടുത്തു വരികയാണ്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന മീൻ കടകൾ അവർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി ക്യാമറയിൽ പതിയുകയും അതനുസരിച്ചുള്ള നോട്ടീസ് കൊടുത്ത് ഫൈൻ ചുമത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ബൈപ്പാസിൻ്റെ ഭാഗം മുഴുവൻ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. മണിമലയാറിൻ്റെ ഭാഗങ്ങളെല്ലാം രാവിലെ മുതൽ വേസ്റ്റിടുന്ന ധാരാളം പേരുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയിൽ കൃത്യമായി അവരെ ഫൈൻ ചുമത്തി ഈ നിയമത്തിന് വിധേയമാക്കാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ടീസ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഹരിതകർമ്മസേനയുടെ സേവനം നന്നായി പോകുന്നുണ്ട്. അതുപോലെ ജനകീയാസൂത്രണത്തിൽ ഉൾപ്പെടുത്തി ജീവൻ വിതരണം ചെയ്യുന്നു. നമുക്കെല്ലാം അത്തരം മാർഗങ്ങളിലൂടെ മാലിന്യങ്ങൾ മാറ്റാനാകും. അതിനെല്ലാം മാറ്റിക്കൊണ്ട് വീണ്ടും ഈ നിയമലംഘനം തുടരുന്ന ആളുകളെ കർശനമായി അവർക്ക് നടപടിയെടുക്കാൻ തന്നെയാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇത് വിപുലീകരിക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ തന്നെ ഇപ്പം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 5 ലക്ഷം രൂപ ഫണ്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ആകുമ്പോൾ മുണ്ടക്കയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ CCTVയുടെ പ്രവർത്തനം വരും. ആദ്യഘട്ടത്തിൽ ക്യാമറ സ്ഥാപിക്കുന്നതിന് മാത്രം 10 ലക്ഷം രൂപയാണ് വിനിയോഗിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് മേഖലയിലും ക്യാമറ നിരീക്ഷണത്തിലാക്കുവാൻ ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചുള്ള ക്യാമറ ക്രമീകരണങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ മുണ്ടക്കയം ടൗണും സമീപ മേഖലയും പൂർണ്ണമായും ക്യാമറ നിരീക്ഷണത്തിലാകും. ഇതോടെ മേഖല പൂർണ്ണമായും മാലിന്യമുക്തമാക്കുവാൻ കഴിയുന്നതിനോടൊപ്പം കുറ്റകൃത്യങ്ങളും ലഹരി ഉപയോഗവും നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പഞ്ചായത്ത് അധികാരികൾക്ക് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.